പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ഫിലിപ്പി 3:20 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഭൂമിയിലേക്ക് നാം ജനിച്ചു വീണാൽ മരണം ഒരു ദിവസം നമുക്കുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതെല്ലാവർക്കും അറിയാം. നാം എത്ര കാലം ഭൂമിയിൽ ജീവിച്ചു എന്നതല്ല, എപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചത്, അതാണ് ദൈവം പരിഗണിക്കുന്നത്. എപ്പോൾ, എവിടെ വെച്ച്, എപ്രകാരം നാം മരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം. നമ്മുടെ ലക്ഷ്യം നിത്യജീവനാണ്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന്. ഈ സത്യം നാം അറിയുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. കാരണം നാം ഓരോരുത്തരും വിശുദ്ധിയിൽ ജീവിച്ച് നിത്യ ജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ് ഈ ലോക ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടത്. നാം മാത്രമല്ല, നമ്മെപ്പോലെ എല്ലാവരും, ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരും ദൈവസന്നിധിയിൽ എത്തിച്ചേർന്ന് ദൈവത്തോടൊത്തായിരിക്കുക എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് നിത്യസന്തോഷത്തിൽ ജീവിക്കുവാൻ ഉള്ളതാണ്. നമ്മെ സൃഷ്ടിച്ച ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നമ്മുടെ മുൻപിൽ 2 വഴികളുണ്ട്. ജീവൻ്റെ വഴി, അത് യേശുവിൻ്റെ വഴിയാണ്. അത് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിച്ച് നമ്മെ ദൈവത്തോടൊപ്പം ആക്കി മാറ്റും. എന്നാൽ ലോകത്തിൻ്റേതായ വഴിയുണ്ട്, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. നാം ട്രാക്ക് തെറ്റി ഓടിയാൽ തീർച്ചയായും ലോകത്തിൻ്റെ വഴിയിൽ വീഴുകയും അത് നമ്മുടെ ആത്മാവിൻ്റെ നാശത്തിനായി ഇടവരുകയും ചെയ്യും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ നമ്മുടെ ആത്മരക്ഷയ്ക്കായി ഓരോരോ നിർദ്ദേശങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ നമുക്ക് ഓർമ്മിപ്പിച്ചു തരികയാണ്. വിശുദ്ധ പൗലോസ്ലീഹ അധ്വാനിച്ചതും ഓടിയതും വ്യർത്ഥമാകുന്നില്ല എന്ന് വരണമെങ്കിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണം. നമ്മുടെ വചനം, ദൈവം നമുക്ക് നൽകിയ നമ്മുടെ മാർഗം എപ്രകാരമാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ്ലീഹ ചെയ്യുന്നത്. നാം എന്തെല്ലാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഈ നേട്ടം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരുവചനം പറയുന്നുണ്ട്. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26 ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ആത്മാവിന് പകരമായി ദൈവത്തിന് നമുക്ക് എന്ത് കൊടുക്കാൻ സാധിക്കും? അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ കൊണ്ട് ഉപയോഗമില്ല, അതിനർത്ഥമില്ല, സമയം പാഴാക്കുന്നതാണ് എന്നീ ചിന്തകൾ പലരുടെയും മനസ്സിൽ വരാറുണ്ട്. ഇതെല്ലാം കൊണ്ടുവരുന്നത് സാത്താനാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നമ്മെ നശിപ്പിക്കുവാനും നമ്മുടെ ആത്മാവിനെ നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാനുമാണ് അവൻ ഇത്തരം കെണികൾ വയ്ക്കുന്നത്. ആ കെണിയിൽ വീഴാതെ നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനായിട്ടാണ് നാം നിരന്തരം പരിശ്രമിക്കേണ്ടത്. ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരുന്നാലും നാം പാപം ചെയ്യുകയാണ്. ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ നാം കാണുന്നത് അതാണ്. ധനവാൻ വലിയ തെറ്റുകളൊന്നും ചെയ്തിരുന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. നമ്മേക്കാൾ ഒരുപക്ഷെ കൂടുതലായിട്ട് ആ പാവപ്പെട്ട ലാസറിനെ
വീടിൻ്റെ പരിസരത്ത് കിടക്കാനുള്ളൊരു അനുവാദമെങ്കിലും കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ മുൻപിൽ ധനവാൻ ചെയ്തത് വലിയ കുറ്റമാണ്. ഈ പാവപ്പെട്ട ലാസറിനെ പരിഗണിക്കുകയോ അവന് വേണ്ട നന്മകൾ ചെയ്തു കൊടുക്കുകയോ ചെയ്യാതിരുന്നത് വൻ പാപമായി മാറുകയും അത് നിത്യ നരകത്തിലേക്ക് എത്തിക്കുവാൻ ഇടവരുത്തുകയും ചെയ്തു. അപ്പോൾ ദൈവം നമുക്ക് ഉപമയിലൂടെ പല കാര്യങ്ങളും വ്യക്തമാക്കി തരികയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിൽ സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെല്ലാം ദൈവം അത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി ദൈവം മാറ്റിത്തരും എന്നൊരു സന്ദേശവും അതിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.